ഈ റെക്ടൈ എന്ന് പറയുന്ന സംഭവം സ്കാൻ ചെയ്തപ്പോ കരച്ചിലും നല്ല രീതിയിൽ കാര്യങ്ങൾ പോയിട്ടില്ല. റൂട്ടിനായിട്ട് കറക്റ്റ് പോയപ്പോഴാണ് നമ്മളത് മാറിയത്, അല്ലെങ്കിൽ ഇത്ര പെട്ടെന്ന് മാറൂലായിരുന്നത്. അത് ഓപ്പറേഷൻ വരെ എത്തിയേനെ. അതെ, അത് എന്റെ ഡോക്ടർ തന്നെ, എന്റെ സർജൻ തന്നെ എന്നോട് പറഞ്ഞു, നിങ്ങളിത് കറക്റ്റ് ആയിട്ട് വർക്കൗട്ട് ചെയ്തുകൊണ്ട് മാത്രമാണ് നിങ്ങളിത് ക്ലിയർ ആയത്. കാരണം ഈ 2 ഫിംഗർ ഗ്യാപ്പ് കോർ സ്ട്രെങ്തനിങ് വർക്കൗട്ടോട് കൂടി അത് ചെയ്തിട്ട് അത് റെഡി ആവാന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. എൻ്റെ അടുത്ത് വരുന്ന ക്ലയൻസ് പകുതി കൂടുതൽ ആൾക്കാരും ഫസ്റ്റ് വരുമ്പോൾ തന്നെ ഞങ്ങൾക്ക് എക്സസൈസ് ചെയ്യാൻ പറ്റത്തില്ല, സർജറി ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ള ആഗ്രഹത്തോട് വരുന്നത്. അപ്പോൾ താൻ ചെയ്ത് വളരെ നല്ല കാര്യമാണ്, തന്റെ ട്രെയിനർ എന്തായാലും അടിപൊളിയാണെന്നൊക്കെ എന്നോട് ഡോക്ടർ ഒന്ന് പറഞ്ഞു. ശരിക്കും പറഞ്ഞു അങ്ങനെയല്ലേ ചേച്ചി. ഇപ്പൊ നമ്മുടെ ദീപക്കായാലും നമുക്കൊരു ഫിസിയോ ഉണ്ട് ഇവിടെ സ്റ്റാർട്ട്. ദീപക്കായാലും അവന്റെ ഹെൽപ്പ് ഉണ്ടായിരുന്നു, അവൻ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു അവന്റെ കാര്യങ്ങളായാലും. പിന്നെ ഡോക്ടർമാരായാലും എല്ലാരും അതങ്ങനെ. അവരത് മാത്രമല്ല, ഞങ്ങളുടെതും അവരത് മാത്രമല്ല, ചേച്ചിയാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്തിട്ടുള്ളത്. ഷെറിൻ തന്നെയാണ് ഏറ്റവും കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്തിട്ടുള്ളത്. ആണ് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്ക് എല്ലാ വർക്കൗട്ടുകളും ചെയ്യാൻ പറ്റില്ലായിരുന്നു, എനിക്ക് എല്ലാ വർക്കൗട്ടും തരാൻ പറ്റില്ലായിരുന്നു. അങ്ങനത്തെ ഒരു കണ്ടീഷൻ ആയിരുന്നു. അതന്നെ. ഇപ്പൊ നമ്മ കോർ സ്ട്രെങ്തനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പൊതുവെ എല്ലാവർക്കും അറിയാലോ, ലോവർ ബാക്ക് പെയിൻ വരും. എല്ലാവരും വിചാരം കോർ ചെയ്ത് കഴിഞ്ഞാല് എന്താ ബാക്ക് വരും, 6 പാക്ക് വരും, അവിടുത്തെ ഫാറ്റ് റിമൂവ് ആവും. അങ്ങനൊന്നുമല്ല. അത് നമ്മുടെ ഡയറ്റ് നോക്കി കഴിഞ്ഞാൽ മാത്രമേ നടക്കുള്ളൂ. ആള് ഡയറ്റ് നോക്കി, ആള് പക്കാ റൂട്ടിന് പോയി. ആളുടെ ആകെയുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഉറക്കം, റെസ്റ്റ്. അത് ഭയങ്കര പ്രശ്നമായിരുന്നു. അതിന്റെ പേരിൽ കുറെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. മോനെ ഉറക്കണം, കുട്ടികളെ ഉറക്കണം, അത് ഭയങ്കരമായിരുന്നു. അതൊക്കെ നോക്കിയിട്ട് മാറിയത് തന്നെ വലിയ കാര്യമാണ്. പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ ട്രെയിനേഴ്സിനെ കുറിച്ചും ബാക്കിയുള്ള ട്രെയിനേഴ്സ് ആണെങ്കിലും ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. അബി എന്നോട് പറഞ്ഞു, നീ 1 മാസം കൂടി നിന്ന് നോക്ക്, നമുക്കൊന്നുകൂടി ഒന്ന് റെഡിയാക്കി. അത് മാത്രല്ല, അന്നത്തെ ആ കരച്ചിലും അയ്യോ ഞാൻ ഇപ്പോഴും മറക്കൂല. പിന്നെ അതിനുശേഷം 2 കൊല്ലം കരഞ്ഞല്ലേ വർക്കൗട്ടിന്റെ ഇടയിൽ തെറ്റിച്ച് വർക്കൗട്ട് ചെയ്തിട്ട്. അത് ഞാൻ ഇല്ലാത്ത സമയത്തായാലും അനൂപേട്ടനായാലും ഹെൽപ്പിംഗ് ആണ്. അനൂപേട്ടനായാലും വല്ലതും പറഞ്ഞു കഴിഞ്ഞാല് അതൊന്ന് നോക്കി ചെയ്യും. എന്തായാലും ഇതിൽ ഏറ്റവും കൂടുതൽ ക്രെഡിറ്റ് എടുക്കുന്നത് ഷെറിനാണ്. ടീം വർക്കാണ്. പിന്നെന്താ സ്റ്റാർക്ക് എന്ന് പറഞ്ഞ ജിമ്മ് കണ്ടെത്തിയതും അതൊക്കെ വലിയ ഭാഗം തന്നെയാണ്. സത്യമാണ്. വേറെ ജിമ്മിൽ പോയി കഴിഞ്ഞാല് പൊതുവെ ഞാൻ ബാക്കിയുള്ള ഇത് പറയണതല്ല, അവരവിടെ PT എടുത്താൽ മാത്രമേ അവിടെ പുഷ് കൊടുക്കുള്ളൂ. നമ്മ അപ്പോഴും GT-യിലാണ് മുന്നോട്ട് വരുന്നത്. അത് ഭയങ്കര വലിയൊരു പ്ലസ് പോയിന്റ് ആണ്. കാരണം ഞാനിത് വന്ന് പറഞ്ഞപ്പോ തന്നെ എന്നോട് പറഞ്ഞത്, അത് PT എടുക്കണ്ട, ജനറൽ ട്രെയിനേഴ്സ് എല്ലാവരും അതിനുവേണ്ടി എഫിഷ്യന്റ് ആണ്, അത് നമുക്ക് ചെയ്യാം എന്നുള്ള രീതിയിൽ അത് ഡോക്ടർ കൊടുത്ത് ഭയങ്കര കോൺഫിഡൻസ് ആണ്. നന്ദു നമ്മുടെ മാനേജറാണ്, അത് ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു. ഇപ്പൊ ഡോക്ടറായാലും പല കാര്യങ്ങളും ഫോളോ അപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തിരുന്നു. അപ്പോൾ ഈ ഒരു റെക്ടൈ ക്ലിയർ ചെയ്തതിൽ എനിക്ക് സ്റ്റാർക്ക് ഫിറ്റ്നസിനോടും അതിലുപരി അവറിനോടും അഭിലാഷിനോടും എല്ലാവരോടും എനിക്ക് ഒത്തിരി നന്ദിയുണ്ട്. കാരണം ഇല്ലായിരുന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു സമയത്ത് സർജറി ചെയ്ത് എവിടെയെങ്കിലൊക്കെ കിടക്കേണ്ട ഒരു അവസ്ഥ വന്നേനെ. അതുണ്ടായില്ല. ഒത്തിരി താങ്ക്സ്.